ഞാൻ മറ്റേ കൊണ്ടുവരുമോ കുളിക്കാൻ ഞാനുണ്ടാവും കൊണ്ടുവരുന്നു ഒന്ന് കിട്ടീനെങ്കിൽ വിളിച്ചു പറഞ്ഞൂടെ എത്ര സമയം മനുഷ്യന്മാരെ കുളിക്കാണ്ട് കാത്തുക്കുന്നത് മീൻ കിട്ടീനാ മീൻ മേടിക്കാൻ പോയാ പിന്നെ വാങ്ങാണ്ട് വരുവാ സാവാണേ ചെറിയ കഷ്ണാക്കി വാങ്ങി എന്തപ്പാ തോന്നി കഷ്ണാക്കിയത് വാങ്ങാൻ അല്ലെങ്കിൽ സാധാരണ വലുതാണല്ലോ വാങ്ങിച്ചേരല് അതാ സമയം വൈകില്ലേ നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചു അയ്യടാ നോക്കിയേ വേഗം കഴിക്കോ ഇല്ല പണിയൊന്നും വേണ്ടല്ല കുറച്ച് മഞ്ഞപ്പൊടി വേണം കുറച്ച് പറങ്ങിപ്പൊടി വേണം കുറച്ച് പുളി വേണം കഴുകാൻ നല്ല ആ സ്രാവന്നെ പിന്നെ പേടിയുണ്ടാ ഈ മീൻ്റെ ഒരു കഷ്ണത്ത് പ്രത്യേകത ഉണ്ടല്ലേ അതിൻ്റെ ഇത് ഇങ്ങനെ അടുക്കടുക്കായി കാണുന്നുണ്ടാ അത് ആ മറ്റേ മീൻ അങ്ങനെ ഉണ്ടാവില്ലല്ലോ സാവലമറ വലിയതായി വലിയ മീനാണ് ചെറുതുണ്ട് വലുതാണ് ടേസ്റ്റ് അപ്പൊ ഇതൊന്ന് കഴുകിയെടുക്കട്ടെ അതൊക്കെ അത്ര ഇഷ്ടപ്പെട്ടിട്ട ഒരേ മീൻ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല മാറി മാറി കഴിക്കണം കുറേ അയില തന്നെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഇപ്പം അയിലേ വരുന്നു മത്തി വരെ ഇല്ല മത്തി ഉണ്ട് വലിയ മത്തിക്ക് ഭയങ്കര വിലയാണ് ചെറിയ മത്തി ഉണ്ട് ഇഷ്ടം പോലെ കിട്ടാൻ അതുകൊണ്ടൊന്നും കഴിഞ്ഞാൽ പിന്നെ ഇല്ലാതെ ഭദ്രാളിയാവും ഇതാകുമ്പോ പിന്നെ അതിന് പണിയൊന്നുമില്ല പച്ചക്കുരുമുളക് വേണോ ഏതാണ് പച്ച കൊണ്ട് കൊടുത്തേക്ക പാമ്പാറ്റുണ്ടാവുക പ്രാവശ്യം മുളൊന്നും ഒരു ഗുണവുമില്ല പൊള്ളാണ് ചിലതെല്ലാം ഉണ്ടോ മണിയില്ല മതിയമ്മ പറിച്ചൊക്കെ അവന് ആദ്യം ഇങ്ങോട്ട് വരാൻ കഴിയില്ല മതിയല്ലേ എന്താ ഉറക്കം വെക്കുന്നുണ്ടാ എന്നാ പിന്നെ ഇതെല്ലാം കറിയാക്കുമ്പോൾ ശരിയായിക്കോളൂ ഉറക്ക് ശരിയായിക്കോളൂ പച്ചക്കുരുമുളക് ഇല്ലാണ്ട് കറിയാക്കാൻ നിൽക്കണ്ട എങ്ങനെ വെക്കുന്നു എങ്ങനെ വെക്കുന്നു വെറും പച്ചക്കുരുമുളകാ കുരുമുളക് പൊടിയല്ലോ ഇല്ലേ കഴുകണ്ട ഇത് സ്രാവ് അധികം വറുത്തരച്ചിട്ട് വെക്കല്ലേ അപ്പം നമ്മിന്ന് വെറ്റിച്ച് നോക്കിയെന്നല്ലേ നമ്മളെ പച്ചക്കുരുമുളക് ഉണ്ട് അത് ആദ്യം ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം ഇഞ്ചി ഒരു 3-4 വെളുത്തുള്ളി അല്ലി കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി അല്ലേ കുറച്ച് കുരുമുളക് പൊടിയാ ആയില്ലേ ഉപ്പ് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ടേ പിന്നെ അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് മസാല ഒരു കുരുമുളക് അങ്ങനെ മസാല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചാൽ മതി നമ്മുടെ അരപ്പിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ മീനിൻ്റെ കഷ്ണം ഇതൊക്കെ ഇട്ട് കൊടുക്കാം നല്ലൊന്ന് പെരക്കിയെടുക്കാം പിടിക്കട്ടെ മസാല വലിയ കഷ്ണമാണ് രണ്ടെണ്ണം നീ ഒന്നും വരെ ആക്കൂല എന്താ മസാല നോക്കിയില്ല അല്ലേ അടിപൊളി ഒരു 10 മിനിറ്റ് റെസ്റ്റ് നോക്കാം മസാല ഒന്ന് പിടിക്കട്ടെ അധികം ചാർന്നാക്കുന്നില്ല അല്ലേ അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ വാളംപുളി വെള്ളം അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം മതി വെള്ളം മതിയാ
ലേശം കൊണ്ട് വെള്ളം ഒഴിക്കുന്നുണ്ടേ. ഓക്കെ ഓക്കെ. ഇങ്ങനെ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടേ. അപ്പോൾ കറിച്ചട്ടി വെച്ച് കൊടുക്കുക. അടച്ചു കൊടുത്തേ പോകട്ടെ. അപ്പോൾ നമ്മുടെ കറി എന്തായി നോക്കട്ടെ. കുറച്ച് സമയമായി അല്ലേ? കൈക്കലെടുത്തിട്ടേ നോക്കാം. ഇതാ അതോളം വെറ്റി വന്നിട്ടുണ്ട്. പുകയോണ്ടൊന്നും കാണുന്നില്ല. ഓക്കെ. ഇനി കുറച്ച് വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ. ഓക്കെ. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ടേ. ഓക്കെ, എടുത്തു നോക്കേ. എന്നാ പിന്നെ ഒരുപടി പെരക്ക. അല്ലാതെ അല്ല ഞാനാ പെരക്കുന്നത്. ഇവളിപ്പോഴേ കഴിക്കുന്നില്ലേ? കഷ്ണം എടുക്ക്. ഇങ്ങോട്ട് താഴോട്ട് പിടിക്കേ. ഓക്കെ. എന്താ കുറിയ ചാറാണ്. ചാറൊന്നുമില്ല കണ്ട. ചിക്കൻ കറി വലിയ ഉണ്ടല്ലേ? പുളിശ്ശേരി ഉണ്ടേ. എന്നാ പിന്നെ കഴിക്കട്ടാ. അടുപ്പിന്റെ തിണ്ണമല്ലിരുന്നിട്ടാണ് കഴിക്കുന്നത്. ഞാൻ അധികം ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കല്. എന്നുവെച്ചാൽ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ടല്ലോ, നമ്മ കുട്ടിക്കാലത്ത് അമ്മേലിങ്ങനെ രാവിലെ ദോശയും ചുട്ട് വെക്കുമ്പോൾ അതെ ഓടിപ്പോയിട്ട് അടുപ്പിന്റെ തിണ്ണ ആടെ കയറി ഇരുന്നിട്ട് ദോശ ചൂടോടെ കഴിക്കുന്ന ഓർമ്മ, അതുപോലെ തന്നെ ചോറ്, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി ഓടി വരും. അപ്പോൾ നമ്മുടെ അടുപ്പിന്റെ തിണ്ണയിൽ ഇരുന്നിട്ട് തന്നെ നമ്മളെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് നമുക്ക് കഴിക്കാം. ആദ്യം നമ്മുടെ ഇതാ സ്രാവ്, നമ്മൾ കുരുമുളകെല്ലാം ഇട്ട് വെച്ചാൽ നമ്മുടെ സ്രാവ്. അതിൻ്റെ ചാറ് നോക്കട്ടെ. ഇതാ നല്ല ചിക്കൻ കറി കഴിക്കുന്ന വഴിയുണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്. എരിവാണ് ഈ കറിക്ക്. അപ്പം നോക്കട്ടെ. ചൂട് ചൂട് ചൂട്. ഇതാ നല്ല ടേസ്റ്റ് ആവട്ടാ. സാവ് വറുത്തരക്കാണ്ട് ഇതേപോലെ കറി വെച്ചോ, സംഭവം സൂപ്പറാണ്. നല്ല പച്ചക്കുരുമുളക് ഇട്ടിട്ട് സൂപ്പർ. കഷ്ണം എടുക്കുക, ചാറും എല്ലാം കൂടി ഇടാം. പച്ചക്കുരുമുളകിൻ്റെ സ്വാദുണ്ടല്ലോ. ഇതാ ആ ടേസ്റ്റ് ഇങ്ങനെ വരുമ്പോണ്ടല്ല ആക്കി പോകാ. ഒന്നും പറയാനില്ല, സംഭവം സൂപ്പർ. നമ്മുടെ പുളിങ്കരയുടെ വെറുതെ കിടക്കുന്നുണ്ട്. അതിൽ കുറച്ച് അധികം വരുമ്പോൾ ഇതാ ഈ പുളിശ്ശേരിയും കൂടെ, പുളിശ്ശേരി പിന്നെ ചാറും ഇതെല്ലാം നല്ല മിക്സ് ആക്കുക. ഇതാ ഒരു വെള്ളരിക്ക കഷ്ണം എടുത്ത് സൂപ്പർ കറിയാ.
എന്നാ പിന്നെ ഞാൻ കഴിക്കട്ടെ. ഒരു കഷ്ണം കൂടെ വാങ്ങണം. നല്ല രസമുണ്ട്.